ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ ഈ മുട്ട സുർക്ക. ഇത് റെഡിയാക്കാൻ 2 കപ്പ് കൈമ റൈസ് ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചോറ്, ഇനി ഒരു 3 മുട്ട, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൽ നിന്നൊരു തവിമാവ് നല്ല തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചപ്പോഴാണ് എൻ്റെ റബ്ബേ, ഞാൻ ഒഴിച്ച മാവ് പൂത്തിരി കത്തിച്ച പോലെയാണ് ആ എണ്ണയിലേക്ക് എല്ലാ വശത്തേക്കും പോകാൻ തുടങ്ങിയത്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് സൈഡിലേക്ക് പോയതെല്ലാം കൂടെ സെൻറ്ററിലേക്ക് എടുത്തു വെച്ച് തിരിച്ചു മറിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് അടുത്തതെങ്കിലും ശരിയാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ അടുത്ത തവി മാവും കൂടെ എണ്ണയിലേക്ക് ഒഴിച്ചു. അതും ആദ്യത്തെ പോലെ തന്നെ സൈഡിലേക്കൊക്കെ പോയി. അത് ഞാൻ എല്ലാം കൂടെ സെൻറ്ററിലേക്ക് വെച്ച് സാവധാനം അതും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഒരു 2 സ്പൂൺ മൈദ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുട്ടോ. ഇനി അതിൽ നിന്നൊരു തവി മാവ് നല്ല തിളച്ചെണ്ണയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട സുർക്ക എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടാണ്. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ശരിയാവില്ലേന്ന്. പിന്നെ 2 സ്പൂൺ മൈദ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട സുർക്ക തന്നെ എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ആദ്യം പാളിപ്പോയ ആ മുട്ട സുർക്കക്കായിരുന്നു കേട്ടോ ഇത്തിരി കൂടി ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനും, ഇനി കറി ഇല്ലെങ്കിൽ പോലും ഇത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. താങ്ക്സ് ഫോർ വാച്ചിങ്.